ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകൾ കണ്ടാലോ. ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടാനും ജോലി എളുപ്പമാക്കാനും പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടാനൊക്കെ പറ്റിയ ചെറിയ ടിപ്പുകളാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമുക്ക് രാവിലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് ഹാപ്പി മൂഡും ഒക്കെ കിട്ടാനായിട്ട് ചെറിയൊരു ടിപ്പ് കണ്ടാലോ. അപ്പോൾ നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് കളറുള്ള കുറച്ച് മുത്തുകളോ കല്ലുകളോ വല്ലതും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ വാങ്ങുന്ന ഫ്ലവർ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ടേബിളിലേക്ക് വെച്ചാൽ മതി. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. നമ്മുടെ സെക്കൻഡ് ടിപ്പ് കണ്ടാലോ. നമുക്കിതുപോലെ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് തോരനൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് രാവിലെയൊക്കെ സമയമില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ അരിഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് തലേ ദിവസമായി. അപ്പോൾ അങ്ങനെ പറ്റിയില്ല, രാവിലെയാണ് നമുക്ക് പറ്റുന്നതെങ്കിൽ നമുക്ക് ചോപ്പറൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് അല്പം കട്ടി കൂടിയിട്ടുള്ള ഇതുപോലത്തെ വെജിറ്റബിൾസില്ലേ അത് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ നീളത്തിൽ അല്പം കനം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരന് പറ്റിയ പാകത്തിന് നമുക്ക് അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ വെജിറ്റബിൾസ് അരിഞ്ഞ് കിട്ടാനല്ലേ നമുക്ക് ഏറ്റവും താമസം. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ ഈസിയല്ലേ. പിന്നെ നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ തോരൻ വെച്ചെടുക്കാം. നല്ല അടിപൊളി തോരൻ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മൾ ഈ അരിപ്പുട്ടില്ലേ, അരിപ്പുട്ടിൻ്റെ പൊടി ഇങ്ങനെ ആദ്യം നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ ഇത് നനഞ്ഞ് നല്ല തരിതരിയായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ പൊടി നനച്ചെടുക്കാനും പറ്റിയൊരു ടിപ്പ് പറയാം. അതിനായിട്ട് ഇതുപോലെ 1-2 ടേബിൾ സ്പൂൺ മാക്സിമം മതി. അത്രയും റവ, നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയില്ലേ അത് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തരിതരിയായിട്ട് നമുക്ക് നനച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ റവ ചേർത്ത് അരിപ്പൊടി നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയല്ല, നല്ല ടേസ്റ്റുമാണ്. അരിപ്പൊടിയുടെ തന്നെ ഒരു ടേസ്റ്റല്ല, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളിങ്ങനെ റവ ചേർക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ടകളില്ലാതെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് നോക്കിയാലോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു സേവനാഴി കൂടെ പിഴിഞ്ഞെടുക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. നല്ലപോലെ ഉപ്പും വെള്ളവും വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമ്മൾ അരിപ്പൊടിയിലേക്ക്, സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണല്ലോ നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്നത്, അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് ഈ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൊത്തം കൂടെ എടുത്ത് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ സേവനാഴിയിലേക്ക് ആ മാവ് നിറച്ച് കൊടുത്തിട്ട്, ഞാൻ ഇഡലി തട്ടിലാണ് തേങ്ങ വെച്ച് കൊടുത്താണ് ചെയ്യാറുള്ളത്. ചിലർ കറിയൊക്കെ കൂട്ടുമ്പോൾ തേങ്ങ വെക്കാറില്ല. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെക്കാതെ നമുക്കിതുപോലെ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നെയ്യ് ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ നമ്മുടെ ഇടിയപ്പത്തിന് കിട്ടും. കറിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റും. ഇനി അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മോരൊക്കെ കാച്ചുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയിലൊക്കെ ഉടച്ചാദ്യം സമയമൊന്നും കളയണ്ട കട്ട പോകാനായിട്ട്. ഇതുപോലെ നമുക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്തിട്ട് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നമ്മൾ തവി വെച്ച് ഇളക്കാതെ വിസ്ക് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കറി റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി മോര് കാച്ചിയത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ആറാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ പരത്തുമ്പോൾ എന്തായാലും പൊടി മുക്കി ആട്ട മുക്കിയാണ് നമ്മളിങ്ങനെ പരത്തുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ കുറച്ച് പൊടി, ആട്ടപ്പൊടി നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മാവ് ഓരോ ബോൾസ് ഇതിൽ മുക്കിയോ അല്ലെങ്കിൽ കയ്യിൽ കുറച്ചിട്ടോ ഒക്കെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്ക് ഈ ബോക്സിൽ തന്നെ അങ്ങോട്ട് അടച്ച് വെച്ചാലും മതി. നമുക്ക് തീരെ ഇങ്ങനെ കുറച്ചൊന്ന് നിറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമാണ്. നമ്മുടെ ഏഴാമത്തെ അടിപൊളി ടിപ്പ് നോക്കിയാലോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിലും വീട് മുഴുവൻ തന്നെ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നല്ലപോലെ തിളച്ച് കഴിയുമ്പം തന്നെ ഈ വിനാഗിരിയുടെ സ്മെല്ല് നല്ലൊരു സ്മെല്ലായിട്ട് നമ്മുടെ കിച്ചണിലും വീട് മുഴുവനാകും. പ്രത്യേകിച്ച് ഉണക്കമീൻ കൊണ്ടാണ് ചോദിക്കുകയും വേണ്ട, ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ നമ്മൾ പകൽ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതിലും രാത്രിയിലാകുമ്പോൾ ഒത്തിരി സ്മെല്ലങ്ങ് പോകാതെ നിൽക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ വിനാഗിരിയുടെ വെള്ളം നമ്മൾ കളയണ്ട, അത് നമ്മുടെ സിങ്കിൽ ഒഴിച്ചാൽ സിങ്കും ക്ലീൻ ആകും. ഇനി എട്ടാമത്തെ ടിപ്പ് നോക്കിയാലോ. ഇത് ഒരു കുക്കിംഗ് ടിപ്സാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെയൊക്കെ ഒരു ചിക്കൻ സ്റ്റൂ വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ക്യാരറ്റ്, സവോള ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക, ഉപ്പ് ചേർക്കുക, കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് 1-2 വിസിൽ, അത് നമ്മുടെ ചിക്കൻ്റെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും, 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക.
ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ലല്ലോ. ഫ്ലെയിമിൽ വെച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സ്റ്റൗവിൽ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സ്പൈസസും കുറച്ച് കിസ്മിസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതും കൂടെ നമ്മൾ ഈ ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാലപ്പത്തിൻ്റെ, അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ സ്റ്റൂ. വെറും 10 മിനിറ്റ് പോലും വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി 9ാമത്തെ ടിപ്പ് നോക്കിയാലോ. വഴുതനങ്ങ അധികം പേർക്ക് ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്. എങ്കിലും അതിൻ്റെ കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനും ആ ഫ്രഷ്നെസ് അതുപോലെ നമുക്ക് കറിയിലേക്ക് കിട്ടാനും ഒക്കെ പറ്റിയൊരു ടിപ്പാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ വഴുതനങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, കറയൊക്കെ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊരു 10 മിനിറ്റ് അങ്ങ് ഇട്ട് വെക്കണം. അതിന് ശേഷം നമ്മളിത് കറി വെച്ചാൽ അതിൻ്റെ പച്ചപ്പൊക്കെ ഒട്ടും മാറാതെ കറയൊക്കെ നന്നായി പോയി നല്ല അടിപൊളിയായിട്ടുള്ള മെഴുക്കുവരട്ടിയോ തോരനോ നമുക്ക് വെക്കാം. ഈ 10ാമത്തെ ടിപ്പ് നോക്കിയാലോ. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് അതിലേക്ക് അല്പം സാമ്പാർ പൊടി ഒന്ന് ചേർത്ത് നോക്കിയേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എന്നും കഴിക്കുന്ന രീതിയിലല്ല, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നമ്മൾ മെഴുക്കുവരട്ടിയിലേക്ക് സാധാരണ വറ്റൽമുളക് ചതച്ചത് സവോളയൊക്കെയാണല്ലോ ചേർക്കുന്നത്, നല്ലപോലെ വെളിച്ചെണ്ണയിൽ. അതിൻ്റെ കൂടി ഈ ഒരു സാമ്പാർ പൊടി ഒരു അല്പം ചേർത്താൽ മതി, 1/4 ടീസ്പൂൺ മതിയേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ 11ാമത്തെ ടിപ്പ് കണ്ടാലോ. നമുക്ക് സവോളയൊക്കെ എരിയുമ്പോൾ എന്തായാലും കണ്ണെരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പം നമുക്ക് ഒട്ടും തന്നെ കണ്ണെരിയാതെ സവോള അരിഞ്ഞെടുക്കാനായിട്ട് പറ്റിയൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ സവോള അരിയുന്നതിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ഒട്ടും കണ്ണെരിയാതെ നമുക്ക് എത്ര കിലോ സവോള വേണേലും അരിഞ്ഞെടുക്കാം. കാരണം എത്ര കറിക്കാണെങ്കിലും നമുക്ക് സവോള ഡെയിലി എന്തോരം ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ സവോള അരിയുമ്പോൾ ഇതുപോലൊരു മൺപാത്രത്തിൽ, മൺചട്ടി ആയാലും മതി, അല്ലെങ്കിൽ ചെറിയ മണ്ണിൻ്റെ ബൗളോ എന്തെങ്കിലും മതി, അതിനകത്ത് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് സവോള അരിഞ്ഞ് നോക്കിയാൽ ഒട്ടും കണ്ണെരിയാതെ നമുക്ക് സവോള അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 11 ടിപ്പുകളും വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടൊക്കെ ഇരിക്കുക.